ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിനകത്തെ ലോട്ടറി കടയിൽ പട്ടാപ്പകൽ മോഷണം. ജീവനക്കാരൻ സമീപത്തെ മറ്റൊരു കടയിലേക്ക് പോയ സമയത്ത് 25,000 രൂപ മോഷണം പോയതായി പറയപ്പെടുന്നു. CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയ കേസുകളിൽ പരാതി എടുക്കുന്നതല്ലാതെ ദൃശ്യങ്ങൾ നോക്കി മോഷ്ടാവിനെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിനകത്തെ ലോട്ടറി കടയിൽ പട്ടാപ്പകൽ കവർച്ച നടന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന സംഭവത്തിൽ കടയിൽ നിന്നും ഏകദേശം 25,000 രൂപയോളം മോഷണം പോയതായി പറയപ്പെടുന്നു. ലോട്ടറി കടയിലെ ജീവനക്കാരൻ സമീപത്തെ മറ്റൊരു കടയിലേക്ക് പോയതിനിടെയാണ് കവർച്ച നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കടയിലുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത്തരം ചെറിയ മോഷണ കേസുകളിൽ പരാതി ലഭിച്ചാലും CCTV ദൃശ്യം പരിശോധിച്ച് പ്രതിയെ പിടികൂടാൻ പോലീസ് താൽപര്യം കാണിക്കുന്നില്ലെന്ന് ആരോപണമുണ്ട്. ആലുവ ടാസ് റോഡിലുണ്ടായ തട്ടിപ്പ് കേസിൽ പോലും മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തതെന്ന് പറയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.